ജാനകി മുട്ട ജാനകി എന്റെ പൊന്നു ജാനകി ഒരു സംഖ്യ നടക്കേണ്ട വീടാണ്. 2 കസേര നിന്നൂടെ, 2 ഡെസ്ക് നിന്നൂടെ, എത്ര പേര് വന്ന് കാണും. ഒന്ന് ചാടി നിന്നൂടെ ജാനകി. നിനക്ക് കുറെ നേരമായല്ലോ വളവളവളൊന്നും സംസാരിക്കുന്നത്. ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. പന്നതിനെ ഞാൻ വന്നില്ല, അത് ഇഷ്യൂ ആക്കി. അഹങ്കാരി അമ്മവനെങ്ങനെ മരിച്ച ആരെയാണ് പറ. ഓ അതുപോലെ പറഞ്ഞില്ല. വായിൽ ഇടിവെട്ടി കേട്ടോളൂ. 65 വയസ്സിൽ ആരെങ്കിലും പന്നിന്റെ മണ്ടക്കൂടെ കമ്പി ഇടുവോ? ഇല്ല. കമ്പി ഇട്ടു. കമ്പി ഇട്ടെങ്കിൽ വഴി നോക്കി പെരക്കാട്ട് നടക്കും. പെരക്കാട്ട് നോക്കി നടന്നോ? ഇടിയും മഴയുള്ള രാത്രിയിൽ വെളിയിലിറങ്ങുന്ന ഒരു പാട്ട്. ഏത് പാട്ടെന്നറിയാമോ? മിന്നലേ മിന്നലേ താഴെ വരും. മിന്നലേ മിന്നലേ താഴെ വരും. മിന്നൽ മാത്രമല്ല, മിന്നൽ കൂടി ഇടിക്കണമെന്നു അച്ഛനെ അമ്മയുടെ വയലിൽ കെട്ടിയത് അത്തോട്ട് തന്നെ തീർന്നില്ലേ? ആ നാളെ ഞാൻ ഒന്ന് കിടക്കണം. പക്ഷെ അന്ന് വരണമായിരുന്നു. വായിക്കുന്ന എടുത്ത് ഭയങ്കര കോമഡിയായിരുന്നു. അത് ഞങ്ങൾ നാഴിയിലാണ് എടുത്തിട്ടോണ്ടിരുന്നത്. വായിലല്ലേ ഇടിമിന്നൽ ഏറ്റത്. വാ പൂവ് പോലെ തുറന്നു പോയി. കർമ്മിയല്ലേ അവർക്ക് ചുറ്റിത്തിരിയുന്ന കർമ്മി. അച്ഛനെന്താ താമസം? അച്ഛൻ എന്താ ലേറ്റ് ആയത്? അച്ചായനോ? ഞാനോ? ഈ നാട് മുഴുവൻ കുളപ്പാണ് എന്നെ നീ അച്ചായനോ? സോറി, കർമ്മി എന്താ താമസം? എനിക്കൊരു ഒഴിപ്പിക്കലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടേക്ക് വന്നു. ഒഴിക്കോ? ഒഴി ഞാനിങ്ങ് ഒഴിഞ്ഞിങ്ങ് പോകുന്നു. ആ ഡിസിപ്ലിനുള്ള സാധനം എല്ലാ സാധനവും നോക്കട്ടെ നോക്കട്ടെ. നമ്മളൊരു കാര്യം പറഞ്ഞ അയച്ചേ. ആ അവർക്ക് മലരുണ്ട്, എള്ളുണ്ട്, എള്ളുണ്ട്. പത്രം കിട്ടിയോ? പത്രം കിട്ടിയോ? 2 പിള്ളേരുണ്ട്. അയ്യോ അതന്നെ പത്രം വളർത്തി കിട്ടിയോ? ആ കൂടെ പഠിക്കുന്ന പെൺകൊച്ചിനെ വളർത്തി കെട്ടി ഇഷ്ടം പോലെ ഇനി എടുത്തു പോകും. ഗർഭമുണ്ടോ? 3 മാസം. ആർക്ക്? എന്റെ പെണ്ണുപിള്ള. നിന്റെ പെണ്ണുപിള്ളക്ക് ഗർഭമുള്ളതല്ല, ഗർഭപ്പുഴ ഉണ്ടോടാ? നിലവിളക്കാൻ 1 2 3. എന്നെ നിങ്ങൾ നിലവിളിക്കാൻ അയ്യോ നിലവിളക്കിന്റെ കാര്യം പറഞ്ഞ രാവിലെ പോലെ വിളിക്കുന്നതാണോ ഫോണിൽ? ഒന്ന് എടുക്കാൻ വരാം. അപ്പൊ അറിഞ്ഞില്ല. ഇൻകമ്മിങ്ങും ഇല്ല, ഇൻകമ്മിങ്ങും ഇല്ല, ഇൻകമ്മിങ്ങും ഇല്ല, എല്ലാം പോയി. എന്നാ ഓൺ വെള്ളത്തിൽ പോയി. ആ ആഹാ നോക്കിയ ഒന്നുമില്ല, എല്ലാം പോയി. ചാറ്റ് ചെയ്യാനും കീറ്റ് ചെയ്യാനും വെള്ളത്തിൽ പോയാൽ നമുക്കറിയില്ല. വെള്ളത്തിൽ പോയെന്ന് വെള്ളത്തിൽ പോയി. വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് 2 3 വർഷത്തെ വെള്ളമില്ലാതെ ഇത് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോളിങ്ങനെ ചാർജ് ചെയ്യണം. ആ ഹോളിൽ ഇങ്ങനെ വാവിച്ചിട്ടിങ്ങനെ അത് ചാർജ് ചെയ്യാൻ പിന്നെ ഒന്നോടെ കൊട്ടണം, ഒന്ന് കുളിക്കണം, പിന്നെ ഒന്നോടെ കുറച്ച് കുടിക്കില്ല. കുടിക്കാൻ എന്നാ പറയോ? അതിൽ ഇൻപത്തുണ്ട്. പിന്നെ എങ്ങനെ വെള്ളത്തിൽ പോയി? 2 ദിവസം മുമ്പ് ഞാൻ ബാത്റൂമിൽ ഒന്ന് കയറി. അപ്പൊ യവ പോക്കറ്റ് കിടക്കണം. പോക്കറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കുടിഞ്ഞതാ. ഇത് നേരെ ക്ലോസറ്റോട്ട് പിന്നെ നീരിളക്കുന്ന ഒരു ഗ്ലൗസ് എടുത്തിട്ടാണ് ഞാൻ ഈ സാധനം എടുത്തത്. അതൊക്കെ എടുത്ത് വായിലൊക്കെ 15 പേര് വരുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ നല്ലൊരു മാന്യനായിട്ടുള്ളൊരു മെമ്പറാണോ? കർമ്മം ചെയ്യാനുള്ള ആരാന്ന് വെച്ചാൽ വരിക. മുരളിയാണ് കർമ്മം ചെയ്യുന്നത്. ഉരുളിയായാലും വേണ്ട ഉരുളിയായാലും ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ മൂത്ത പരിപാടി ചന്ദ്രൻ 24 മണിക്കൂർ നേരം വെള്ളമാണ്. പ്രശ്നമാണോ? ചെറിയ പ്രശ്നം പറയാം. മരണത്തിൽ നമുക്ക് വെള്ളം ഉണ്ടാക്കിയിട്ടാ പോയത്. പിന്നെ അത് അങ്ങനെയാണല്ലോ. വീടിന്റെ ചില അപ്പം തന്നെ ഓടുന്നാൻ പോകാറുണ്ട്. എന്തെങ്കിലും പറഞ്ഞോണ്ട് ചില അവസാനമെല്ലാം കൈവെടിഞ്ഞയ്യോ ആറടി മണ്ണിൽ നെയ്ഞ്ഞടങ്ങും. അവസാനമെല്ലാം കൈവെടി
പഠിക്കാൻ പോവാണ്. അപ്പൊ ചരിത്രം എന്ന് പറയാനാണെങ്കിൽ കർമ്മം ഉണ്ടാക്കാൻ ചരിത്രം കേട്ടോ. പിന്നെ ചരിത്രമില്ല. എന്താ കേൾക്കണേ? എടാ ഈ മരിച്ച് വെള്ളിയതായി കിടക്കുന്ന ആരാണ് വിചാരം? ആരാ? എന്റെ അമ്മായിപ്പനാണ്. എന്റെ സ്ത്രീധനത്തിന്റെ പാലം 25,000 രൂപ തരാനാണ് ഇവൻ ഈ പോക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്റെ 25,000 രൂപ അതിന്റെ പലിശ കിട്ടാതെ ഇവന്റെ ആത്മാവിന് ചന്ദ്രൻ ശാന്തി കൊടുപ്പിക്കത്തില്ല. അത് മാത്രമല്ല, ഇവൻ മരിച്ചെന്ന് ഇവിടെ കൂടിയ സകല ബന്ധുക്കളും പറഞ്ഞു. ഇവരെ കുഴിച്ചിടണം, കുഴിച്ചിടണം ആ മെമ്പർ വരെ പറഞ്ഞു കുടിച്ചല്ലോ. പറഞ്ഞു. ചന്ദ്രനാണ് പറഞ്ഞത് കുഴിച്ചിടരുത്, കുഴിച്ചിടണം. ആ എന്താ കുടിച്ചിട്ട് കുഴിച്ചിട്ടാൽ ഇവൻ കിളിച്ചു വരും. അതാണ് ലിഫ്റ്റ്. എനിക്കറിയാമേ. എന്റെ പൈസ ശ്രമിക്കും. ഇവന്റെ അസ്ഥിയൊക്കെ ചന്ദ്രനൊന്ന് ചപ്പി ചപ്ലിക്കൽ എന്റെ പൈസ 25,000 പലിശ ചെയ്ത് കഴിഞ്ഞ ഉടനെ കരിവേൽ വന്നേ. അതാ പിന്നെ കാര്യങ്ങൾ നോക്കട്ടെ. അന്ന് കർമ്മം ചെയ്യാനുള്ള ആരാന്ന് ഞാൻ കടന്നു വരിക. മുരളി മുരളി എന്റെ പൈസ വരാതെ ഏതാണ് കർമ്മം ചെയ്യാൻ അതെന്ന് പറയും. ആരാണ് ഈ അത്ര അതേ അങ്ങോട്ടും തിരിഞ്ഞ് അതേ അങ്ങോട്ടും തിരിഞ്ഞ് അല്ലെങ്കിൽ പൂക്കളുള്ളതായിട്ട് മനുഷ്യന്റെ പേരുള്ള ശരിയാ പൂമ്പാറ്റ വന്ന് തേൻ കുടിക്കാൻ അയ്യോ എന്റെ അച്ഛന്റെ ഉമ്മ നടക്കുന്നു. എന്റെ കുഞ്ഞിലെയാ ഒരു പൂജൊഴിച്ചപ്പോൾ നീ ഒരുപാട് പൂളുണ്ട്. എന്റെ അച്ഛനും കർമ്മം നടക്കും. നിങ്ങളുടെ അച്ഛന്റെ കർമ്മം ഞാൻ പറഞ്ഞാണ്. എന്റെ അച്ഛന്റെ കർമ്മം ഞാനവിടെ കൽപ്പിക്കുന്നതാണ്. അയ്യോ സോറി, കർമ്മി കർമ്മം തുടങ്ങാം. എനിക്ക് അച്ഛനെ അങ്ങ് മനസ്സിൽ ധ്യാനിക്കാം. അയ്യോ അച്ഛനെ എനിക്ക് അറിയില്ല. അല്ല നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഷാപ്പിൽ പോയിട്ട് വെള്ളം അടിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ അച്ഛനെ എനിക്കറിയില്ല. എന്റെ അച്ഛനാണോ നിന്റെ അച്ഛനല്ലേ? നിന്റെ അച്ഛനെ എനിക്ക് അറിയാമോടാ? അപ്പൊ ഞാൻ പറയുന്ന പോലെ മന്ത്രം ഏറ്റുവിടുക. പറഞ്ഞു അല്ല അല്ല എന്നാന്നറിയാമോ? അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടോ ഒന്നേ കൂടെ കമ്മി. മന്ത്രമാണ്. ചന്ദ്ര ഓസിയ അല്ല, ഓസിയ അതൊരു മന്ത്രമാണ്. അതെ എങ്ങനെ ഓസിയ അല്ല, ഓസിയ അതൊരു മന്ത്രമാണ്. മനസ്സിലായില്ല. ഓസിയ അല്ല, അല്ല ഓസിയ അതൊരു മന്ത്രമാണ്. തിരുമേനി ഏറ്റവും വരവ് എന്തൊക്കെ ആദ്യം പോലെ ഞാൻ കണ്ടതാ. അവനിപ്പോ ഇവിടെ നിന്ന് പറയുന്നത് പൊങ്ങച്ചൻ പറയുന്നത് ഈ വീടുമായിട്ട് ശത്രുതയെ കഴിയുമ്പോൾ ഞാനും അവരെ നേരിൽ കണ്ട കത്തിയെടുക്കാൻ നിൽക്കുന്ന ദേവസ്യ എന്തിനു നീ അതെ അങ്ങനെ പറഞ്ഞേ. പ്രധാനപ്പെട്ട ഘടകത്തിലേക്ക് കടക്കാം. അപ്പൊ ഇതുവരെ ചെയ്തെല്ലാം കളിപ്പിക്കാൻ രാവിലെ 7 മണിക്ക് ഇനി പിന്നക്കിരുന്ന് നിരങ്ങുവാണ്. ഇപ്പോഴാണ് നീ പ്രധാനപ്പെട്ടത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പഠിക്കാനാണ് ചോറെടുക്കുക, നന്നായിട്ട് കിട്ടുക, നന്നായിട്ട് കൊടുക്കുക. കൈ കഴുകുക, ചോറെടുക്കുക. ഇനി നന്നായിട്ട് നന്നായിട്ട് കൈ
ഇങ്ങനെ എഴുതാം. ചോറ് എടുക്കുക. ചോറ് നന്നായിട്ട് എടുക്കുക. ഞാൻ എഴുതാം. അയ്യോ കമ്മി കഴിഞ്ഞ എന്റെ അച്ഛൻ അമ്മ ശാന്തി കിട്ടൂ. എന്റെ അച്ഛൻ അമ്മ ശാന്തി കിട്ടിയാൽ എനിക്കൊരു കാശ് കൊടുത്ത് മേടിച്ചാലോ പോയി കൂന്ന് മേടിച്ചു നേരെ അകത്ത് മീൻചാൻ പോലെ ഇത്രയും വലിയ ഉള്ള വെറുതെ കാക്കിച്ചു കൊടുക്കണം. ഇതിന് തിന്നുകൂടെ? നിനക്ക് തിന്നാൻ സൂക്ഷിച്ച് വെച്ച എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് മാറ്റി കർമ്മ ശരിയായിട്ടില്ല. ആരും പറയാലോ കർമ്മ ശരിയായിട്ടില്ല. എന്നെ കർമ്മം ചെയ്യാം. കർമ്മ ശരിയായിട്ട് ഇവിടെ കാക്ക വന്നില്ലല്ലോ. കാക്ക വന്നിട്ട് ഇങ്ങനെ ഒറ്റപ്പാട് കാണുന്നില്ല. അങ്ങനെ കാക്ക വരുള്ളൂ. കാക്കോട് വരുമോ? അത് മാത്രമല്ല എനിക്കൊരു ഭക്ഷണോട്ടമുണ്ടോ. അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണോട്ടത്തിന് വേണ്ടി ഇവിടുത്തെ കർമ്മ നിങ്ങൾ കുഴപ്പമില്ല. അല്ല മകൻ പറ്റിക്കാനായിട്ട് ഇത് മോശമാണോ? വീട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങനെ കളിയാക്കി വിടരുത്. നമ്മുടെ വീട്ടിൽ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അവരെല്ലാം ഇങ്ങനെ പരിഹസിച്ച് വിടരുത്. ഇതേതാണ് ഈ കഞ്ഞിക്കട്ട താമരമാരാണ്. ഇതങ്ങനെ കുറെ ആൾക്കാരെ നീലത്താറിന്റെയും കത്താരെ കാണുമ്പോൾ കുറ്റിയും പറിച്ചിട്ട് പോകുന്നുള്ളൂ. ഇറ്റലിയും സാമ്പാറും കേട്ടാൽ ഇവനൊക്കെ നാണമുണ്ടോ? അമ്മാവനല്ല ടീമുകളുണ്ട്. അവരെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ ഈ വന്ന കാലത്ത് നമ്മളൊരു വീട്ടിൽ ചെന്നാൽ സാമാന്യ മര്യാദയ്ക്ക് ഒരു കിട്ടിയിൽ എടുത്തിട്ട് എവിടെ നിർത്തും? ഇത് 5ആയി 6ആയി 7ആയി 10ആയി ഒരു കെട്ടി സാമ്പാർ തീർന്നു. അമ്മാവനല്ല അങ്ങനെ ശരിക്കും കഴിച്ചോളൂ. അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരാനുള്ളതാ. വെള്ളിമൂങ്ങ എന്തൊക്കെ തീരുമാനത്തിൽ എന്ത് അവരുടെ പ്രശ്നം എന്താ പ്രശ്നം? എന്താ തീരുമാനം? നിന്റെ പെങ്ങളെ കെട്ടിയിട്ട് 25,000 രൂപ എന്റെ പലിശ കിട്ടാറുണ്ട്. അത് തരാൻ ചന്ദ്രൻ ഈ കസേര എഴുന്നേക്കത്തില്ല. ഇല്ല അല്ലേ? അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും 25,000 രൂപ ഒപ്പിക്കാം. പക്ഷെ 5,000 രൂപ പലിശ അത് കൊടുക്കും. എവിടെ ചെന്ന് കള്ളക്കട പഠിച്ചത് 5,000 രൂപ ഞാൻ കൊടുക്കും. ബാക്കി 25,000 രൂപ 5,000 രൂപ എന്തുകൊണ്ടൊക്കെ ആലോചിക്കാനുണ്ടോ? ആ സംഗതിയുടെ കാര്യങ്ങൾ മംഗളകരമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അതല്ലാതെ നീ എന്റെ അച്ഛന്റെ എന്താ പറ്റിയത്? എന്ത് ശ്രീധരൻ പോലെ മഹാഭാവികൾ ഓർക്കുമ്പം വന്നിരിക്കുന്നു. എടാ പോലെ ആ കാക്കയുടെ വരുവാണെങ്കിൽ വീട്ടിലൊന്നും പറഞ്ഞു വിടണം. എന്റെ വലിച്ചോറ് നിന്നെ